India, very nice. From Arijit Singh, we will sing some Bollywood songs Thank also you. for you. Thank you so much. Incredible Thank India. you. നമ്മളങ്ങനെ ഡേ 2 എത്തിയിരിക്കുകയാണ്. ഇന്ന് കുറച്ച് താമസിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാനൊക്കെ. പക്ഷേ സ്വാഭാവികമായി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ ഇന്നലെ രാത്രി വന്നിരുന്ന് നോക്കിയിരുന്ന പള്ളി ഓപ്പൺ ആയിരുന്നു. അപ്പം അതൊക്കെ കയറി കണ്ടു. ഇവിടെ ഫുള്ള് പ്രാവുകൾ. അപ്പോൾ ആൾക്കാരൊക്കെ പ്രാവുകൾക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ കുറേ പരിപാടി. ഇന്നലെ നമ്മൾ രാത്രി ലേറ്റ് നൈറ്റാണ് വന്നത്. അപ്പോൾ എല്ലാ കടകളും അടച്ചിട്ടേക്ക് ഇവിടെ ഒറ്റ മനുഷ്യനില്ലായിരുന്നു. ഇപ്പോൾ ഫുൾ ആൾക്കാരാ. സോ വെൽക്കം ടു ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വേൾഡ് ഫേമസ് ആയ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് കഴിക്കാൻ പോവുകയാണ്. ഇവിടെ ഗലാട്ട ടവർ എന്ന് പറയുന്ന ടവർ ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ കാണുന്ന ടവർ ആയിരിക്കണം ഗലാട്ട ടവർ. സോ നമ്മളിന്ന് അവിടെ പോകണം. അത് കഴിക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ തുർക്കി വന്നത്. ബാക്കിയൊക്കെ അപ്രതീക്ഷിതമായി കിട്ടിയ ഗിഫ്റ്റുകൾ പോലെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക്, എന്നിട്ട് നമുക്ക് വൈകിട്ട് ബോസ്ഫറസ് ക്രൂസിൽ ഡിന്നർ ഉണ്ട്. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു booking.com-ലൂടെ. 25 പൗണ്ട്സ് അങ്ങനെ എന്തോ ആയിരുന്നു. നമുക്ക് ഹോട്ടലിൽ നിന്ന് തന്നെ പിക്കപ്പും ഉണ്ട്. സോ നമ്മളെ പിക്കപ്പ് ചെയ്യാൻ അവർ മെസ്സേജ് രാവിലെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 7:30 തൊട്ട് 7:45 ഇടയ്ക്ക് നമ്മളെ വന്ന് പിക്കപ്പ് ചെയ്യുന്നത്. സോ അത് കഴിയുമ്പോൾ നമ്മൾ ബോസ്ഫറസ് ക്രൂസിന് പോകും. അത് 3 hours ആണ് ആ റൈഡ്. സോ നമുക്ക് അപ്പോൾ കാണാൻ പറ്റണമെന്ന് വെച്ചാൽ ഇവിടുത്തെ ട്രഡീഷണൽ ഡാൻസും അങ്ങനെ എന്തൊക്കെയോ കുറേ അവർ എന്തൊക്കെയോ ഷോക്കേസ് ചെയ്യുന്നുണ്ട് വിത്ത് ഡിന്നർ ക്രൂസ് ബോട്ടിൽ. അപ്പം അതൊക്കെയാണ് ഇന്ന് മെയിൻ പരിപാടികൾ. ബാക്കി നമുക്ക് വഴിയെ കാണാം. ഇതാണ് തുർക്കിഷ് സ്നാക്കായ ഷിമിറ്റ് എന്ന് പറയുന്ന സാധനം. ഇത് ഗലാട്ട ടവറിലോട്ട് സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് കഴിക്കാൻ ഞാൻ നടന്നപ്പോൾ വഴിയോരങ്ങളിൽ ഒരു അപ്പാപ്പ നിന്ന് വെക്കുന്ന കണ്ടു. അങ്ങനെ ഒരെണ്ണം ചോദിച്ചപ്പോൾ പുള്ളി കേട്ട വാതി കേൾക്കാത്ത വാതി ഒരെണ്ണം എടുത്ത് നന്നായിട്ട് കൊണ്ട് കീറി നല്ല ന്യൂട്ടല്ലയൊക്കെ തേച്ച് പിടിപ്പിച്ച് മടക്കി ഒരു പേപ്പറിൽ പൊതിഞ്ഞ് പുള്ളി എനിക്ക് കഴിക്കാൻ തന്നു. അങ്ങനെ അതും കഴിച്ച് നടക്കാൻ നേരം തലേ ദിവസം രാത്രി കഴിച്ച ഐസ്ക്രീം കടക്കാരൻ എന്നെ മനസ്സിലായി. അങ്ങനെ പുള്ളിയോടൊരു ഹായ് ഒക്കെ പറഞ്ഞ് ഷിമിറ്റും ചവച്ചരച്ചുകൊണ്ട് നടക്കുകയാണ്. വിചാരിച്ച പോലെയല്ല, സാധനം ഇത്തിരി കട്ടിയാണ്. പിന്നെ ന്യൂട്ടല്ലയുടെ ആ ഒരു ടേസ്റ്റും ഒക്കെ ഉള്ളതുകൊണ്ട് അതും കഴിച്ചങ്ങ് നടന്നു. അപ്പോൾ ഇതാണ് ഗലാട്ട ടവർ, സോൾട്ട് ബേ.
അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി, ഒരു ഷോപ്പ് മാത്രം. നമ്മൾ പോകാൻ പോണത് ആ കാണുന്ന വിയന കവേസി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ടവറിൽ കയറാൻ 30 പൗണ്ട്, UK 30 പൗണ്ട് കൊടുക്കണം മേളിൽ കയറാൻ. അതുകൊണ്ട് നമ്മൾ കയറുന്നില്ല. പക്ഷെ ഇവിടെ കയറും. പുറത്തിരുന്ന് കഴിക്കണമെങ്കിൽ ലൈനും ഉണ്ട്, കാശും കൊടുക്കണം പുറത്തിരുന്ന് കഴിക്കാൻ. അതാണ് ഇൻസ്റ്റഗ്രാമബിൾ ഒക്കെ. പക്ഷെ നമ്മൾ അകത്തിരുന്ന് കഴിക്കുന്നത്, അകത്ത് ലൈനൊന്നുമില്ല, ക്യൂ ഒന്നുമില്ല, നേരെ വന്നിരുന്ന് കഴിക്കാം. എന്തോ ഭാഗ്യത്തിന് സീറ്റ് കിട്ടി. അകത്തും ഈ ഒരു സീറ്റ് ഉള്ളായിരുന്നു, ബാക്കി പുറത്താണെങ്കിൽ ക്യൂ ആ. ആരെങ്കിലും വരും ഓർഡർ എടുക്കാൻ? വരുന്നുണ്ട്. സോ നമ്മൾ എന്തിന് തുർക്കിയിൽ വന്നോ അത് നമ്മുടെ മുമ്പിൽ ഒരു പ്ലേറ്റിൽ വന്നിട്ടുണ്ട്. ഇതാണ് ദ ഇൻഫേമസ് ചീസ് കേക്ക്. ഇതിന് നമുക്ക് കഴിക്കാം. അല്ല, ഇത് കണ്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ടത്. ഒരു കാര്യം പറ്റേ, ഇതിൽ നല്ല ചീസ് കേക്ക് ഞങ്ങൾ അടുപ്പിൽ കഴിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തന്നത്, നമ്മളിവിടെ വന്നിട്ട് ഈ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടുത്തെ ഫേമസ് ഫുഡുകൾ കിട്ടുന്ന സ്ഥലത്തേക്കാണ്. ആ സ്ഥലത്തേക്ക് മാത്രമേ പോയിട്ടുള്ളൂ. സോ ബേസിക്കലി തുർക്കി വന്നത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ എല്ലാ സ്ഥലങ്ങളും ട്രൈ ചെയ്യാൻ പോണേ. ഇത് അടിയിലോട്ടുണ്ട്. കൊള്ളാം, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു, ഗുളുഗുളൂന്ന് ഇരിക്കുന്നു. ഓക്കെ, നമ്മൾ കട്ട് ചെയ്തു, കഷ്ടപ്പെട്ട് കട്ട് ചെയ്തു. ഇനി ബിസ്മില്ലാ. ഇതുവരെ കഴിച്ചാൽ മതി. സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. സീൻ സാധനം. സാൻ സെബാസ്റ്റ്യൻ കഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇവിടെ വന്നിത് കഴിച്ചാൽ മതിയായിരുന്നു. കുഴപ്പമില്ല, നമ്മളത് ട്രൈ ചെയ്തുകൊണ്ടാണല്ലോ നമുക്കത് ടേസ്റ്റ് അറിഞ്ഞത്. ഇവിടെ വരെ വന്നിട്ട് ട്രൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയൊരു റിഗ്രറ്റേ കിടക്കും. പക്ഷെ ഇത് മിസ്സായിരുന്നെങ്കിൽ മിസ്സായി പോയേനെ, സീനായി പോയേനെ. നല്ല ടേസ്റ്റ്, നല്ല അടിപൊളി. ഞാൻ കുനാഫ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ചീസുള്ള കുനാഫ ആദ്യമായിട്ട് കഴിക്കാം. പക്ഷേ ബെസ്റ്റ് കുനാഫ എവർ, ഈസിലി ബെസ്റ്റ്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോവും. റൂമിൽ പോയി ഫ്രഷ് ആകുമ്പോഴേക്കും നമ്മളെ കൊണ്ടുപോകാൻ ബോസ്ഫറസ് ക്രൂസിൻ്റെ ആൾക്കാർ വരും. കൊണ്ടുപോകുന്ന പോലെ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് കൊണ്ടുവിടുകയും കൂടെ ചെയ്താൽ സുഖം. ഇല്ലെങ്കിൽ കുറച്ച് കാട് കിട്ടും, എന്നാലും കുഴപ്പമില്ല. അപ്പം നമ്മൾ കുനാഫയൊക്കെ കഴിച്ച് റൂമിൽ വന്നു, ഫോണൊക്കെ ചാർജ് ചെയ്തു. ചിലപ്പോൾ തണുപ്പ് പ്രതീക്ഷിച്ചാണ് വന്നത്, അതുകൊണ്ട് സമ്മറാന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞു. പക്ഷേ ഞാൻ ഒരു ധൈര്യത്തിന് ഈ ഹുഡി എടുത്ത് വെച്ചത് നല്ല തിക്ക് ഹുഡിയാണ്. ഭാഗ്യത്തിന് നന്നായി തണുപ്പുണ്ട്. ഇന്നലെ രാത്രി തണുപ്പുണ്ടായിരുന്നു, പക്ഷേ ഇന്നലെ അതിട്ടില്ലായിരുന്നു. ഇന്നും തണുപ്പുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഹുഡി തന്നെ ഇട്ടുകൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചേ. സോ നമ്മളിപ്പോൾ ബോസ്ഫറസ് ക്രൂസ് ഡിന്നറിന് പോവുകയാണ്. അതിന് ബോസ്ഫറസ് ക്രൂസ് ടീമിൽ നിന്ന് നമ്മളെ ഹോട്ടലിലേക്ക് പിക്കപ്പ് ചെയ്യാൻ ആൾ വരുന്നുണ്ട്. അവരിപ്പോൾ കോൺടാക്ട് ചെയ്തു. സോ നമ്മളിപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ താഴെ ലോബിയിൽ പോയി വെയിറ്റ് ചെയ്യാൻ പോവുക. അവരൊന്ന് പിക്ക് ചെയ്യും, എന്നിട്ട് അവർ നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. നമ്മൾ ലോബിയിൽ വെയിറ്റിംഗ് ആണ്. പുള്ളി വരുമ്പോൾ നമുക്ക് നേരെ പോയി കയറാം. വേറൊരു ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, കേൾക്കാൻ നല്ല രസമുണ്ട്. Sir, past name Dede. Dede. It's okay? Yeah. Past name Dede. നമ്മുടെ ഷിപ്പ് ഇത് ആ കാണുന്ന പിങ്ക് ലൈറ്റുള്ള ഷിപ്പാണ്, സെറമോണി എന്ന് പേരുള്ള. സോ എന്തായാലും നമ്മളെ പരിപാടി 3 മണിക്കൂർ ഇനി അതിലാണ്.
അത് കഴിയുമ്പോൾ വന്ന വണ്ടിയിൽ തന്നെ തിരിച്ച് ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യും. അതിപ്പോൾ നന്നായി. ഡ്രോപ്പ് ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയണേ, കാരണം എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായി പോയനെ. ടാക്സിയൊക്കെ തപ്പി പിടിച്ചല്ലേ നടന്ന് ബസ്സൊക്കെ പഠിച്ച് പോകുന്ന ടാസ്ക്കാണ്. ഇതാണ് നമ്മുടെ ബോട്ട് സെറമോണി. ഇതിലാണ് നമ്മൾ ഇന്നത്തെ 3 മണിക്കൂർ ഇനി ഇതിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്യണത്. സോ ഷിപ്പിൻ്റെ അകവും സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് എല്ലാവരും വരാൻ വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. സോ എല്ലാവരും വന്നു കഴിയുമ്പോൾ ഷിപ്പ് എടുക്കും. കൊള്ളാം, അടിപൊളി സെറ്റപ്പ്. ഇത്ര വലിയ ഷിപ്പിൽ ഇത്ര സെറ്റപ്പുള്ളൊരു ഷിപ്പിൽ ഞാൻ ആദ്യമായിട്ട് കയറണേ. അതാണ് ബോസ്ഫറസ് ബ്രിഡ്ജ്. ഏഷ്യയും യൂറോപ്പിനെയും കണക്ട് ചെയ്യുന്ന ലോകത്തെ ഏക ബ്രിഡ്ജ്. ലെഫ്റ്റ് സൈഡിൽ യൂറോപ്പും അപ്പുറത്തെ സൈഡിൽ ഏഷ്യയും അങ്ങനെ എന്തോ ആണ്. ഏതോ സൈഡിൽ യൂറോപ്പും ഏതോ സൈഡിൽ ഏഷ്യയും ആണ്. അത് ഭയങ്കര ഒരു യുണീക്ക് ബ്രിഡ്ജാണ്. പിന്നെ ഇത് ഒരു പാലസ് ആണ്. അകത്തെ ബഹളത്തിൽ നിന്നൊക്കെ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഈ വ്യൂ ഒക്കെ കാണാൻ കിട്ടി. ഈ പാട്ട് പാടുന്നതൊക്കെ ഇവിടത്തുകാരാ, തുർക്കിക്കാരാണ്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. സോ നൈസ് വൺ ഗായ്സ്, ടേക്ക് കെയർ, ടാറ്റാ. Baby